ഹൃദയത്തിൽ തൊട്ടൊരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഗുൽമാർഗിലേക്കുള്ള യാത്രയിലാണ്. രാവിലെ 8:30 തന്നെ ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഈ വണ്ടിയിലുണ്ട്, അടുത്ത ഗ്രൂപ്പ് മറ്റൊരു വണ്ടിയിലാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ആളുകളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. ചന്ദ്രേട്ടൻ കൊണ്ട് നിങ്ങൾ കാണുന്നില്ല, ബാക്കില് കുറച്ചുകൂടി നേരെ ഇരിക്കുക. ഓക്കെ. ഇത് മനോജ് സാറ്, മിസ്സിസ് പേര് പറ, ജീജ. ചന്ദ്രാട്ടൻ കൊയിലാണ്ടി. ഇവര് നിർമ്മല ടീച്ചർ കൊയിലാണ്ടിയാണ്. രാധാകൃഷ്ണേട്ടൻ വേങ്ങാട്, ഉഷ ടീച്ചർ വേങ്ങാട്. അതിന്റെ ബാക്കില് രജനി ടീച്ചർ, പിന്നെ 3 പേരിയ. സത്യ സാറ് 3 പേരിയ. ശ്രീധരേട്ടൻ പേരാമ്പ്ര. ബാക്കില് പറഞ്ഞോ. ഇതാണ് രണ്ടാമത്തെ വണ്ടി. മാർഗില് നല്ല തണുപ്പാന്നാ പറയുന്നത്. അതുപോലെ ഇടക്ക് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്താൽ പൊതുവെ കാശ്മീരിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല തണുപ്പുണ്ടാവും. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ മൂടിക്കെട്ടിയ ആകാശവും ഇപ്പോൾ അത് ഇവിടെ തന്നെ നമുക്ക് കാണാം. ആകാശം മൂടിക്കെട്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടി മുകളിലോട്ട് പോകുന്നതോറും കുറച്ചുകൂടി അത് കൂടാനാണ് സാധ്യത. ഇന്നലെ നമ്മൾ പഹൽഗാം പോയി നല്ല ആപ്പിൾ തോട്ടം കണ്ടു. വഴിയിലുള്ള കാഴ്ചയാണിത്. ഇതുകൊണ്ടായിരിക്കാം കാശ്മീർ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത്. മുഴുവനായും പൈൻമരക്കാടുകളാണ്. ഈ മരങ്ങൾക്കൊരു പ്രത്യേക ആകൃതിയാണ്. ഇതിന്റെ ചുവട് ഭാഗം വീതി കൂടിയിട്ടും അറ്റത്തെത്തുമ്പോഴേക്കും കൂർത്തു വരുന്ന ഒരു ആകൃതിയിലാണ് പൈൻമരങ്ങൾ കാണുക. ഇലകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. മുഴുവൻ ഇതാണ് പൈൻമരക്കാടുകളാണ് ഈ താഴ്വാരങ്ങൾ മുഴുവൻ. അപ്പോൾ അസുലഭമായ അതിസുന്ദരമായ ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ ഇങ്ങനെ അനാവൃതമാകുന്നത്, അല്ലെങ്കിൽ തുറന്നിടപ്പെടുന്നത്. കാണണം ഈ കാശ്മീർ എന്ന മാസ്മരികമായ സൗന്ദര്യത്തെ. കുത്തനെയുള്ള ചെരിവുകളാണ്, കൂടാതെ ഹെയർപിൻ വളവുകൾ. നമ്മളിപ്പോൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ 4, 5 അല്ലെ 10, 20 എന്നൊക്കെയാണ് കണക്ക് പറയാം. വാൽപ്പാറയിൽ പോകുമ്പോൾ 72 ഹെയർപിൻ വളവാണെന്ന് തോന്നുന്നുണ്ട്, 72 52. പക്ഷേ ഇവിടെ അതിനൊന്നും എണ്ണാനൊന്നും കണക്ക് തിരിയൂല, അത്രയും ഹെയർപിൻ വളവുകളാണ്. അങ്ങനെ കയറിയാണ് നമ്മൾ ഗുൽമാർഗിലേക്ക് പോവുക. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ടോ ക്യാമറ കൊണ്ടോ ഒന്നും നമുക്ക് വർണ്ണിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റില്ല. അത്രയും സുന്ദരമായ കാഴ്ചകളാണ് ഈ ഇരുവശങ്ങളിലും കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് പോവുക, അത്രേ പറയാൻ നിർവാഹമുള്ളൂ എനിക്ക്. ഒരു സ്ഥിര യാത്രക്കാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലെങ്കിലും കാശ്മീരിലേക്ക് വരിക, ഈ മാസ്മരിക സൗന്ദര്യത്തെ നേരിട്ട് കാണുക. അത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. വാക്കുകളെല്ലാം മുറിഞ്ഞു പോവുകയാണ് ഈ സൗന്ദര്യത്തിന് മുന്നിൽ. ആദർശായിട്ട് പറഞ്ഞതുപോലെ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരിക്കലും ഇതിന്റെ വശങ്ങളിലൊന്നും പിന്നെ വേസ്റ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സാധനങ്ങളോ വലിച്ചെറിയാതിരിക്കുക. അതാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ 2 വിധത്തിൽ നമുക്കിത് പറയാം. പ്രകൃതിയാണ് ഈശ്വരൻ. ആ ഈശ്വരനെ വണങ്ങുക, വന്ദിക്കുക, അതിനെ ആരാധിക്കുക. അതാണ് ഏറ്റവും വലിയ ആരാധന. ക്ഷേത്രത്തിന് മുന്നിൽ പോയി കുമ്പിട്ടത് കൊണ്ടോ നമസ്കരിച്ചത് കൊണ്ടോ മാത്രം നമ്മുടെ ഈ ജീവിതം സാർത്ഥകമാകുന്നില്ല. പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയെ ആദരിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ അതിന്റെ തിരിച്ചടി ചിലപ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അതിന് ഇടവരുത്താതെ പ്രകൃതിയെ സ്നേഹിക്കുക, ആരാധിക്കുക. നല്ല പൂക്കളെ ഒരു ഇത് കണ്ടോ, ബോർഡ് ഇതിന്റെ വശത്ത് കണ്ട ഒരു കാഴ്ച. ഇവിടെ അതിന് നിയോഗിക്കപ്പെട്ട ആളുകളായിരിക്കും, സ്റ്റാഫായിരിക്കാം. ഇതിന്റെ സൈഡിൽ നിന്ന് നമ്മളെ പോലത്തെ ആളുകൾ വലിച്ചെറിഞ്ഞ, എന്താ പറയണ്ടേ, യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് സാധനങ്ങളും ഗ്ലാസുകളും ഇവരിങ്ങനെ ശേഖരിക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ച കാണാൻ പറ്റി. പക്ഷേ അത് അത്ര സുന്ദരമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മളെ പോലത്തെ ആളുകൾ വലിച്ചെറിഞ്ഞതാണത്.
അപ്പൊ അത് വലിച്ചെറിയാതിരിക്കലാണ് സൗന്ദര്യം, അല്ലാതെ അവർ പെറുക്കുന്നത് കാണലല്ല. കാരണം ഈ മനോഹരമായ ഈ സൗന്ദര്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. കാശ്മീരിനെ സംരക്ഷിക്കുന്നത് കാശ്മീരുകാരാണ്, നമ്മൾ കേരളത്തിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ കേരളക്കാരാണ്. ചില സ്ഥലങ്ങളിലേക്ക് ഒരു യാത്ര പോയാൽ അല്ലെ ഒരു ടൂർ പോയാൽ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലേ ഒരു വ്യൂ പോയിന്റ് കാണും. അപ്പോൾ അവിടെ നമ്മൾ ചാടി ഇറങ്ങി കുറേ ഫോട്ടോ ഒക്കെ എടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്നിടത്ത് മുഴുവൻ ഇത്രയും നല്ല സുന്ദരമായ കാഴ്ചകളാണ്, വ്യൂ പോയിന്റുകളാണ്. എവിടെ നോക്കിയാലും സൗന്ദര്യം, അതാണ് കാശ്മീർ. ഇവിടുന്ന് കൊണ്ടോള റൈഡിന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതാണ്ട് അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഗുൽമാർഗ് എവിടെ നോക്കിയാലും സുന്ദരമാണ്. പൈൻ മരക്കാടുകളാണ് ഇവിടെ എല്ലാം. കൊണ്ടോള റൈഡ് നടത്തുന്നത് ഗുൽമാർഗിലാണ്. കേബിളിലൂടെ തൂക്കിയിട്ട കേബിൾ കാറിൽ നമ്മൾ കുറേ മുകളിലേക്ക് ഇങ്ങനെ പോകും. അത് താഴെ മരങ്ങളിങ്ങനെ ഇറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ച അതിസുന്ദരമായിരിക്കും. ആ കാഴ്ചക്കായി എല്ലാവരും എക്സൈറ്റഡ് ആണ്. ആ കാഴ്ച കാണാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് മുമ്പേ. ഇതൊരു കാഴ്ച. ഇത് കാശ്മീരിൽ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദേവന്മാര് കയ്യിലെടുത്ത് പോകുമ്പോൾ, ആകാശമാർഗം പോകുമ്പോൾ ഭൂമിയിലേക്ക് വീണുപോയ ഒരു ശകലം ഭാഗമാണ് ഈ കാശ്മീർ എന്ന് പറയാതെ വയ്യ. അത്രയും സുന്ദരമാണ് ഈ ഭൂമി. കുറച്ച് ദൂരത്തിലാണ് ഈ കാഴ്ച. നിറയെ ചെമ്മരയാടിൻ പറ്റങ്ങൾ. വാലി ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മെഡോ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് മെഡോ ഓഫ് ചെമ്മരയാട് എന്നാക്കി മാറ്റേണ്ടി വരും. അത്രയും ചെമ്മരയാടുകളുണ്ട്. ഗുൽമാർഗിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗുൽമാർഗിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.